ദേ ഈ നെക്ലസ് നോക്കിക്കേ, എന്തൊരു പൊലിമയാണല്ലേ. സ്റ്റൈലിഷ് ലുക്ക് ആൻഡ് ഫീൽ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം ട്രിനിറ്റി ജുവലേഴ്സ്, തോപ്പുംപടി. ട്രിനിറ്റി, കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ജ്വല്ലറി. കോതമംഗലം മാർബേഴ്സിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണം നടന്നു. കോതമംഗലം മാർബേഴ്സിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനത്തിൽ വായനാ വാരാചരണത്തിന്റെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിത, IT ക്ലബ്ബുകളുടെയും സംയുക്ത ഉദ്ഘാടനം സാഹിത്യകാരനും നിരൂപകനും പ്രഭാഷകനുമായ ജോസ് കോനാട്ട് നിർവഹിച്ചു. ഏതാണ്ട് അദ്ദേഹത്തെ പോലെ തന്നെയാണ് കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ അക്ഷര വെളിച്ചവും കത്തിച്ച് മനുഷ്യൻ നടന്നു. അക്ഷരത്തിന്റെ വെളിച്ചം കടന്നു ചെല്ലാത്ത നിരക്ഷര കുക്ഷികളായ ആളുകൾ താമസിക്കുന്ന മേഖലകളിൽ അദ്ദേഹം അക്ഷര വെളിച്ചം തെളിച്ചു നടന്നു. ആ മനുഷ്യന് അർത്ഥപൂർണമായ ഓർമ്മ നമ്മൾ നൽകി മലയാളികൾ. ആ ദിവസമാണിന്ന്. കേരളത്തിൽ മറ്റാർക്കും ഇതുപോലൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. എത്രയോ പേർ ഗ്രന്ഥശാല പ്രവർത്തകരായി, എത്രയോ പേർ അക്ഷരത്തെ സ്നേഹിച്ചു. പക്ഷെ PN പണിക്കർ സാറിനാണ് ഇതിനു പറ്റിയ ഏറ്റവും വലിയ ഭാഗ്യവും സിദ്ധിച്ചയാൾ. നമ്മൾ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമായി അദ്ദേഹത്തെ ജൂൺ 19 ആദരിക്കുകയും വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വായിച്ചു വളരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം സംവദിച്ചു. ചടങ്ങിൽ പ്രധാനാധ്യാപിക ബിന്ദു വർഗീസ് അധ്യക്ഷ, പ്രിൻസിപ്പൽ ഫാദർ PO പൗലോസ്, PTA പ്രസിഡന്റ് സനീഷ് AS, ഷാമി ചെറിയാൻ, മെറീന മത്തായി, ജോമി ജോർജ് എന്നിവർ സംസാരിച്ചു. പ്രശസ്ത കവി ലൂയിസ് പീറ്ററിന്റെ കവിതാ സമാഹാരം കൊച്ചുമകൾ മെല്ല ദിലീപ് വായനശാലയിലേക്ക് കൈമാറി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.